ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് അവലും പഴവും കൊണ്ട് നല്ലൊരു റെസിപ്പി പരിചയപ്പെടാം. റമദാനിനൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുകയും ചെയ്യാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര പൊടിയാണ് ഞാൻ എടുക്കുന്നത്. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണെങ്കിലും എടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏലക്ക പൊടിച്ചതാണ്. 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശർക്കരയും തേങ്ങയും ഏലക്കായും നന്നായി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പ് അവലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കണ്ട. നമുക്ക് ആ തേങ്ങയിലെ വെള്ളം കൊണ്ട് തന്നെ ഇതുപോലെ അവലൊന്ന് നനച്ചെടുക്കാം. ഇപ്പോൾ പാകത്തിന് നനച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഇനി നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം വേണേ ഇട്ട് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ്. ഇപ്പം നന്നായിട്ട് പഴുത്ത പഴം നോക്കിയെടുക്കാം. ആദ്യം തന്നെ തൊലി കളഞ്ഞെടുക്കാം. 2 or 3 പഴം കൊണ്ട് നമുക്ക് ആവശ്യാനുസരണം സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പം ഇതേപോലെ ഈ നടുക്ക് വശം വെച്ച് ആദ്യം കുറച്ച് ഭാഗം ഗ്യാപ്പ് ഇട്ട ശേഷം നടുക്ക് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ആഴത്തിൽ അപ്പുറത്തെ സൈഡിലേക്ക് പോകാതെ ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ നനച്ച് വെച്ചിരുന്ന അവലിൻ്റെ മിക്സാണ് വെച്ച് കൊടുക്കുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ടാണെങ്കിലും ഇതേപോലെ വെച്ച് കൊടുക്കാം. നന്നായിട്ട് കൈകൊണ്ട് നമുക്കൊന്ന് പ്രസ് ചെയ്ത് ആവശ്യാനുസരണം മിക്സ് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. നമുക്ക് അടുത്ത പഴവും കൂടെ ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നടുക്കുവശം മാത്രം ഇതേപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയേ. ഇനി ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പിടിച്ച ശേഷം നമുക്ക് മിക്സ് ഒന്ന് വെച്ച് കൊടുക്കാം. അവൽ നിറച്ചത് വെച്ച് കൊടുത്ത പഴമാണിത്. ഇനി നമുക്കിത് ഒരു ബാറ്ററിൽ മുക്കിയാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അതിനായിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് മൈദ മാവ് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തായി വേണ്ടത് എള്ളാണ്. ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. കുറച്ച് ഉപ്പും കൂടി പാകത്തിന് ചേർത്ത് കൊടുത്ത് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ പഴമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനും മാത്രം ഉള്ള ബാറ്ററാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മുക്കി പൊഴിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ടിതൊന്ന് കോട്ട് ചെയ്തെടുക്കണം. ഇനി നന്നായിട്ട് ചൂടായ വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചിരിക്കുന്നത്. ഓയിലിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് ഇതേപോലെ മാവ് ഒഴിച്ച് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് മറിച്ചിടാൻ പാടാണെങ്കിൽ ഇതേപോലെ ഒന്ന് എണ്ണ മുകളിലേക്ക് കോഴി ഒഴിച്ചു കൊടുത്താൽ മതിയാകും. അപ്പോൾ നന്നായിട്ടിത് ഫ്രൈ ആയി വരും. ജസ്റ്റ് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് കൊടുക്കാം. എല്ലാ സൈഡും ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പം നന്നായിട്ടിത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. ഇത് ഒരു വെറൈറ്റി സ്നാക്ക് കൂടാണ്. റമദാനിനൊക്കെ പറ്റിയൊരു റെസിപ്പിയാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിവിടെ 3 പഴമാണ് നിറച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ ധാരാളമാണ്. നമ്മൾ ഇതേപോലല്ല, നടുക്കുവശം കട്ട് ചെയ്ത് നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ടുള്ള പഴം നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോവല്ലേ. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.